ഓണം ഒരാഘോഷമാണ്. എന്നാൽ മലയാളികൾക്ക് അതൊരു മദ്യോത്സവം കൂടിയാണ്. കേരളം കുടിച്ചു തീർത്ത ഇത്തവണത്തെ മദ്യത്തിന്റെ കണക്കുകൾ കഴിഞ്ഞ വർഷത്തെ മറികടന്നിരിക്കുകയാണ്. കഴിഞ്ഞ 12 ദിവസത്തെ ഓണക്കാലം മലയാളികൾക്ക് ഒരു റെക്കോർഡ് ആഘോഷമായിരുന്നു. കാരണം അവർ വെറും 920.74 കോടി രൂപയുടെ മദ്യമാണ് കുടിച്ചു തീർത്തത്. കഴിഞ്ഞ വർഷത്തെ 824.07 കോടി രൂപയുടെ റെക്കോർഡ് തകർത്ത് ഈ വർഷം 9.34% വർധനവോടെയാണ് മലയാളികൾ ഈ നേട്ടം കൈവരിച്ചത്. അത്തം മുതൽ മൂന്നാം ഓണം വരെയുള്ള ദിവസങ്ങളിലെ കണക്കാണിത്. സാക്ഷാൽ തിരുവോണ ദിവസം മദ്യശാലകൾക്ക് അവധിയായിരുന്നിട്ട് കൂടിയാണ് ഈ റെക്കോർഡ് വിൽപ്പന. അവിട്ടം ദിനത്തിൽ 94.36 കോടിയുടെ മദ്യമാണ് വിറ്റഴിച്ചത്. കഴിഞ്ഞ വർഷം ഇത് 65.25 കോടി രൂപയായിരുന്നു. അതുകൂടാതെ ഒന്നാം ഓണത്തിന് 137.64 കോടി രൂപയുടെ മദ്യവും വിറ്റു. ഓണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ വിൽപ്പന കുറവായിരുന്നെങ്കിലും പിന്നീട് അത് കത്തിക്കയറി. ആദ്യത്തെ 6 ദിവസങ്ങളിൽ 426.8 കോടിയുടെ മദ്യമാണ് വിറ്റഴിച്ചത്. അതിനുശേഷം 5 ദിവസങ്ങളിലായി 500 കോടിയുടെ വിൽപ്പനയും രേഖപ്പെടുത്തി. 29-30 തീയതികളിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 30% കൂടുതൽ വിൽപ്പനയുണ്ടായി. ഇതൊരു തുടക്കം മാത്രമാണെന്നും അടുത്ത ഓണത്തിന് 1000 കോടി കടക്കുമെന്നും പ്രതീക്ഷിക്കാം. ഓണത്തിന് റെക്കോർഡ് മദ്യവിൽപ്പനയുമായി വെബ്കോ. ഓണം സീസണിലെ 10 ദിവസങ്ങളിൽ ഷോപ്പുകളിലൂടെയും വെയർഹൌസുകളിലൂടെയുമായി മൊത്തം 826 കോടി രൂപയാണ് മദ്യമാണ് വിറ്റഴിച്ചത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 50 കോടി രൂപയുടെ അധിക വിൽപ്പനയാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 776 കോടി രൂപയുടെ മദ്യമായിരുന്നു ഓണക്കാലത്ത് വിറ്റുപോയത്.